ഹോസ്പിറ്റലിൽ കാണിക്കായിരുന്നു. അതിനു വേണ്ടിയുള്ള കുഴപ്പമൊന്നുമില്ല സുചിത്രടുത്തി. ഒന്ന് റെസ്റ്റ് എടുത്താ മാറും. മോളെ, സുചിത്ര പറയുന്നതിലും കാര്യമുണ്ട്. നിന്റെ വയറ്റിലൊരു കുഞ്ഞ് കിടക്കുന്നതാ. നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ കാണിക്കാം. അമ്മ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അമ്മയും സുചിത്രടുത്തും പോയി കിടന്നു. എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം. അത് ശരിയാവില്ല മോളെ. ജഗൻ വരുന്നതുവരെ ഞാൻ ഇവിടെ ഇരിക്കാം. സുത്രൻ, നീ വരുന്നില്ലേ? പ്രകാശ, വന്ദനെ നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലോ? അമ്മേ, ഞാൻ പറഞ്ഞതല്ലേ, ഞാനിപ്പോ ഹോസ്പിറ്റലിലേക്കൊന്നും പോകുന്നില്ല. പിന്നെ എന്തിനാ വെറുതെ? അവൾക്ക് ഹോസ്പിറ്റലിൽ പോകണ്ടെങ്കിൽ പിന്നെ അമ്മയ്ക്കാണ് ആവശ്യം. എല്ലാവരുടെയും കാര്യത്തില് നീതിയും നീതികേടും പറയുന്നവളാണ് ഈ വന്ദന. അവളുടെ ഭർത്താവിന് അവളുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധയുമില്ല. ഭർത്താവിനില്ലാത്ത ശ്രദ്ധ മറ്റുള്ളവർക്ക് എന്തിനാ? അമ്മയുടെ കാര്യം പോയി നോക്ക്. പ്രകാശ, ഭർത്താവൊക്കെ ഒരു ഘട്ടത്തിൽ വരുന്നതാ. നീ അവളുടെ കൂടപ്പിറപ്പാണെന്നുള്ള കാര്യം മറക്കണ്ട. ഇത്രയും ക്രൂരനാവരുത് നീ. കണ്ടില്ലേ, മറിഞ്ഞു വീണ സമയം മുതൽ അവളുടെ കാര്യങ്ങളൊക്കെ നോക്കിയ ഞാൻ ക്രൂരൻ. എന്റെ പ്രവൃത്തികൾ അമ്മയ്ക്ക് ക്രൂരതയായിട്ട് തോന്നുന്നെങ്കിൽ ജഗൻ കാണിക്കുന്നതിന് അമ്മ എന്ത് പറയും? എനിക്കിപ്പോ തോന്നുന്നത് ജഗൻ അറിഞ്ഞിട്ടുണ്ടാവില്ലെന്ന. അറിഞ്ഞിരുന്നെങ്കിൽ ജഗൻ ഇതിനകം ഇവിടെ പറന്നു വന്നേനെ. നീ അത് പറഞ്ഞാ മതി. ഞാനാണ് ജഗനെ വിളിച്ചു പറഞ്ഞത്. പറഞ്ഞു തീരും മുമ്പേ അവൻ ആ ഫോൺ അങ്ങ് കട്ട് ചെയ്യുകയും ചെയ്തു. എന്റെ മൊബൈലിലെ ഇപ്പോഴും ജഗനും ഞാനും തമ്മിൽ സംസാരിച്ച സമയം വരെ കിടക്കുന്നുണ്ട്. ഒരുമാതിരി അനാവശ്യം പറയരുത്. വന്ദന ഇങ്ങനെ വീണ് കിടന്നിട്ടും ജഗൻ വരാത്തതേ അവൻ അറിയാത്തത് കൊണ്ടാണെന്ന് വന്ദനയെ വിശ്വസിപ്പിച്ച് സമാധാനിപ്പിക്കാനാണെങ്കിൽ ഞാനും കൂട്ടുവെക്കാം. അല്ലാതെ ജഗൻ ഈ കാര്യം അറിഞ്ഞില്ല എന്ന് മാത്രം എന്നോട് പറയരുത്. സുത്രേ, ഞാൻ നിന്നോട് എന്തെങ്കിലും അവഗണന കാണിച്ചാലും എന്നെ നിർത്തിപ്പൊരിക്കുന്നവളാ ഈ കിടക്കണ വന്ദന. ആ വീറും വാശിയൊക്കെ സ്വന്തം ഭർത്താവിനോട് കാണിക്കാൻ പറയടി. ഒരാൾ ഇത്ര വേദനിച്ച് കിടക്കുമ്പോ ഇങ്ങനെ കൊള്ളുന്ന വർത്താനം പറയരുത്. പ്രകാശേട്ടൻ പറയുന്നതില് എന്താ സുചിത്രടുത്തി തെറ്റ്? ഞാൻ വീണ് കിടക്കുന്നു എന്ന് പ്രകാശേട്ടൻ വിളിച്ചു പറഞ്ഞിട്ട് വരാത്തത് പോട്ടെ. എന്നു ഫോൺ വിളിച്ച് ചോദിക്കാൻ പാടില്ലായിരുന്നോ ജഗന്? ജഗനിപ്പോ വിക്രമായിട്ടല്ലേ കൂട്ട്. അപ്പോ ഇതും കാണിക്കും, ഇതിന്റെ അപ്പുറവും കാണിക്കും. സുത്രേ, നീ വരുന്നുണ്ടോ? എനിക്ക് കിടക്കണം. പ്രകാശേട്ടാ, ജഗൻ വന്നിട്ട് ഞാൻ അങ്ങോട്ടേക്ക് വരാം. സമയം 11 മണി കഴിഞ്ഞു. വരാനാണെങ്കിലേ അവൻ ഇതിനു മുമ്പേ വന്നേനെ. ഇറങ്ങിയോടി. സുചിത്രടുത്ത് പോയിക്കോ. വന്ദന, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാ മതി. ഞാൻ ഇങ്ങോട്ട് ഓടി വരാം. അമ്മയും ചെല്ല്. അച്ഛന് രാത്രി ഗുളികക്കുള്ളതല്ലേ. അമ്മ പോയില്ലെങ്കിൽ അച്ഛൻ രാത്രി ഗുളിക കഴിക്കാതെ കിടന്നു കളയും. അതൊന്നും ശരിയാവില്ല മോളെ. അമ്മ, എനിക്കൊന്നുമില്ല അമ്മേ. അമ്മ ചെല്ല്. എന്തെങ്കിലും ഉണ്ടായാ ഞാൻ വിളിക്കാം. ഫോണുണ്ടല്ലോ കയ്യില്. ജഗ, അടിപൊളി. ഞാൻ എപ്പോഴോ ഇടയ്ക്കൊന്ന് കണ്ണടച്ചു പോയി. നിന്നെ കണ്ണടച്ചു പോയെന്നല്ല, കൂർക്കം വലിച്ചു ഉറങ്ങിന്നാ പറയേണ്ടത്. എടാ, വർക്ക് നന്നായിട്ടുണ്ട്. ഒരു രാത്രി കൊണ്ട് വികസനത്തിന്റെ രേഖ തയ്യാറാക്കിയ നിന്റെ കഴിവിനെ ഞാൻ അഭിനന്ദിക്കുന്നു. ഓ, എല്ലാം റെഡിയാക്കി വെച്ച. ആര് റെഡിയാക്കി? ജഗൻ.
എന്റെ പൊന്നുമോനെന്ന് മെനക്കെട്ടാൽ നടക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. എടാ, ഇവൻ വേറെ ആരുടെ മോനല്ലല്ലോ, എന്റെ പൊന്നുമോനല്ലേ. ഇനി പ്രിന്റ് എടുത്താൽ മതി അച്ഛാ, എല്ലാം പെൻഡ്രൈവിലാക്കിയിട്ടുണ്ട്. എന്നാ പിന്നെ ഞാനങ്ങോട്ട് ഇറങ്ങട്ടെ. തിരക്കിനിടയിൽ ഇന്നലെ വരില്ല എന്നുള്ള കാര്യം വന്ദനെ വിളിച്ചറിയിക്കാനും മറന്നു. അവൾ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയായിരിക്കും. അല്ലല്ല, നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോയാ മതി. വേണ്ട അച്ഛാ, വന്ദനെ അവിടെ എന്നെ കാണാതെ ഇല്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി കാണും. ഞാൻ ഇറങ്ങട്ടെ. അതെ, നിന്റെ അമ്മ നിന്റെ കയ്യിൽ തന്നുവിടാനായിട്ട് അവിടെ എന്തൊക്കെയോ പലഹാരങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും എന്റെ മോൻ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് അതും കൊണ്ട് അങ്ങോട്ട് പോയാ മതി. അല്ലെങ്കിൽ അതിനേക്കാളും വലിയ പ്രശ്നം ഇവിടെ നടക്കും. അറിയാലോ അവളുടെ സ്വഭാവം. അച്ഛാ, അത് ഏതായാലും താമസിച്ചില്ലേ, ഇനിയിപ്പോ അതൊക്കെ കഴിഞ്ഞിട്ട് പോയാ മതി. വായി നോക്കിയിരിക്കാതെ പ്രിന്റൗട്ട് എടുത്തു വേണം. ജഗ, ഇനി അത് മതി. നീ ചെന്ന് ഫ്രഷ് ആയിട്ട് വാ. അച്ഛൻ പറഞ്ഞ പ്രിന്റ് എവിടെ? എന്തായാലും പ്രിന്റിനുള്ള വഴി നോക്കാം. ഇതെനിക്ക് നിസ്സാരം. വല്ല ഫയലും മിസ്സായ കൊല്ലും ഞാൻ. അയ്യോ,